പിന്നെ ഉണ്ടായ മാറ്റങ്ങളാണ് ഇപ്പോൾ എൻ്റെ ബിസിനസ്സിനുണ്ടായിരിക്കുന്ന എല്ലാ ഡെവലപ്മെൻറ്റിൻ്റെയും പ്രധാന കാരണങ്ങളിലൊന്ന്. വിജയ് ഭവയിലെ ഏതാണ്ട് 10ാമത്തെ ബാച്ചാണ് ഞങ്ങൾ. അപ്പോൾ ഈ 10ാമത്തെ ബാച്ചിൽ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ അന്ന് ഞാനൊരു വലിയൊരു ഫെയിലറിൽ നിന്ന് ഒരു പുതിയ ബിസിനസ്സിലേക്ക്, ഒരു മാനുഫാക്ചറിംഗ് ഇതിലേക്ക് കടക്കാൻ ഒരുങ്ങുന്ന സമയത്താണ് ഞാൻ വിജയ് ഭവയിൽ ജോയിൻ ചെയ്യുന്നത്. ട്രെയിനിങ്ങിലായിട്ട് 4 ദിവസം ട്രെയിനിങ് കഴിഞ്ഞു. കാരണം ഞങ്ങൾ അന്ന് 2 സ്റ്റാഫും ഏതാണ്ട് 2.5 ലക്ഷം രൂപ മന്ത്ലി ടേൺ ഓവറുള്ള ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് ഇന്ന് ഏകദേശം ഒരു 24ഓളം, ഈ 17 പേര് യൂണിറ്റിലും മറ്റുള്ള അനുബന്ധ ഇതിലൊക്കെ അതിലും 6-7 ആൾക്കാരും കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 40 ലക്ഷം രൂപ മന്ത്ലി സെയിലിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന് വിജയ് ഭവയുമായിട്ടുള്ള കടപ്പാട് വളരെ വലുതാണ്. എല്ലാ രീതിയിലുള്ള ഒരു സപ്പോർട്ടും അതുപോലെ നമുക്കുള്ള ഒരു എനർജിയും തന്നത് വിജയ് ഭവയാണ്. ഒരു ബിസിനസ് ഏതൊക്കെ രീതിയിൽ ചലിക്കണം എന്നുള്ളതിൻ്റെ എല്ലാ ആസ്പെക്ട്സിലും, അതിൻ്റെ ഏത് ലെവലിലും നമുക്കുള്ള ഹെൽപ്പ് ഏത് രീതിയിലും നമുക്ക് വിജയ് ഭവയിൽ നിന്ന് ഇപ്പോഴും അന്നും ഇന്നും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു അക്കൗണ്ടിങ് മേഖലയിൽ നമുക്ക് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്പേർട്സായ ഇഷ്ടംപോലെ എൻ്റർപ്രണേഴ്സ് അതിനുള്ളിലുണ്ട്. അതുപോലെ മാർക്കറ്റിങ്ങിൽ നമുക്ക് എന്ത് വേണമെന്നുള്ളത് അത് ചെയ്തു തരും. ഈ കോട്ടൺ മാർക്ക് എന്നുള്ള ഞങ്ങളുടെ ഈ പ്രൊഡക്റ്റിൻ്റെ ഡിസൈൻ തന്നെ ചെയ്തു തന്നത് വിജയ് ഭവയിലെ എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്കൊരു അഡ്വർടൈസിങ് ഫിലിം മേക്കർ വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കിട്ടും. നിങ്ങൾക്കൊരു പേറോൾ സിസ്റ്റം, നിങ്ങളുടെ സ്റ്റാഫിൻ്റെ പേറോൾ സിസ്റ്റം കൃത്യമായിട്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാനും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ, അത് എന്ന് വേണ്ട നിങ്ങൾക്ക് ടെക്നോളജി, ഈ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ സോളാർ ബോട്ട് ഉണ്ടാക്കിയ ആള് വിജയ് ഭവയുടെ മെമ്പറാണ്. ഈ 900-ൽ അടുത്തുള്ള ഈ എൻ്റർപ്രണേഴ്സ് ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് എല്ലായിടത്തും വളരെ നല്ല രീതിയിൽ അവർ ബിസിനസ് ചെയ്യുന്ന ഒരു എൻ്റർപ്രണേഴ്സിൻ്റെ കൂട്ടായ്മയാണ് വിജയ് ഭവ.